കണ്ടു വന്നവരായിരിക്കും അല്ലേ നിങ്ങൾ. പക്ഷെ നിങ്ങൾ ഒരിക്കലും ഞാൻ നിരാശപ്പെടുത്താൻ പോകുന്നില്ല കേട്ടോ. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇത്രമാത്രമാണ്. ഇതുപോലെയുള്ള എക്സ്ക്ലൂസീവ് ക്വസ്റ്റ്യൻസിനായിട്ട് പെട്ടെന്ന് തന്നെ നമ്മളുടെ ഓൺ എക്സാം സ്പെഷ്യൽ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തോട്ടോ. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു ചോദ്യം ഇവനാണ് ഈ ഒരു ചോദ്യം. യെസ്, there are 30 boys and 20 girls in a class 10A and 15 boys and 25 girls in 10B. One student is to be chosen from each class. What is the probability of both being girl and both being boys? One being boy and other being girl. അതായത് ഒന്നുമില്ല, 10Aയിൽ എന്തുണ്ട് 30 ആൺകുട്ടികളും 20 പെൺകുട്ടികളും, 10Bയിൽ എന്തുണ്ട് 15 ആൺകുട്ടികളും 25 പെൺകുട്ടികളും. ഓരോ ക്ലാസ്സിൽ നിന്നും ഒരു കുട്ടിയെ തിരഞ്ഞെടുക്കണം. രണ്ടും പെൺകുട്ടികളാവാനുള്ള സാധ്യത, രണ്ടും ആൺകുട്ടികൾ, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. ഇത് നിങ്ങൾ ഇപ്പം തന്നെ നോട്ട് ചെയ്ത് വെച്ചടാ. നിങ്ങൾ നാളെ ഓൺ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ തുറക്കുന്ന സമയത്ത് അവിടെ 100% ഷുവർ ആണടാ, 100% ഷുവർ ആണ്. നിങ്ങൾ അവിടെ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും കാണാൻ പോകുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. യെസ്, ഇതെങ്ങനെയാ ചെയ്യാന്നുള്ളത് കിടിലനായിട്ട് നമ്മൾ അങ്ങനെ പഠിച്ചാലോ. യെസ്, അങ്ങനെയെങ്കിൽ നോക്കിയടാ, 10A ഉണ്ട് ഇവിടെ, അതുപോലെ 10B ഉണ്ട്. 2 ക്ലാസ്സുകളാണ്. ഇനി നോക്കിയേ, ഇവിടെ ആരൊക്കെയാ ഉള്ളത്? 10Aയിൽ എന്ന് പറയുന്നത് 10Aയിൽ 30 ആൺകുട്ടികളും 20 പെൺകുട്ടികളും, 30 ആൺകുട്ടികളും 20 പെൺകുട്ടികളും, 30 ആൺകുട്ടികൾ, 30 ബോയ്സ് ഉണ്ട്, 20 ഗേൾസ് ഉണ്ട് അല്ലെ. അതുപോലെ 10Bയിൽ ആരൊക്കെയുണ്ട്? 15 ആൺകുട്ടികളും 25 പെൺകുട്ടികളും, 15 ആൺകുട്ടികളുണ്ട്, 25 പെൺകുട്ടികളുണ്ട്. ഓക്കെ, ഇനി നിങ്ങളോട് നോക്കിയേ, നിങ്ങളോട് ചോദിച്ചത് എന്താണ്? probability of both being boys and probability of both being girls, probability of one boy and other is girl. ഓക്കെ, അപ്പൊ 2 ക്ലാസ്സിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്യുകയാണെ. അപ്പോൾ ഒരു ബോയും ഒരു ഗേളും കിട്ടാൻ, അല്ലെങ്കിൽ 2 ബോയ് കിട്ടാൻ, 2 ഗേൾ കിട്ടാൻ. ഇതെന്തായാലും മക്കൾക്ക് ചോദിക്കുന്നതാണ്. പക്ഷെ വളരെ സിമ്പിളാണ്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ആദ്യം കണ്ടത് ടോട്ടൽ പെയേഴ്സ് ആണ്. നിങ്ങൾ ആദ്യം കണ്ടു വെക്കേണ്ടത്. ആദ്യം നമ്മൾ എന്താ കണ്ടത്? ടോട്ടൽ പെയേഴ്സ്. ടോട്ടൽ പേയേഴ്സ് എത്രയായിരിക്കും? ഇവിടെ ടോട്ടൽ എത്ര ആൾക്കാരുണ്ട്? 50 ആൾക്കാരുണ്ട് അല്ലെ. ഇവിടെ എത്ര ആൾക്കാരുണ്ട്? 25ഉം 5ഉം 30ഉം 40 ആൾക്കാരാണ് ഇവിടെ ഉള്ളത് അല്ലെ. 25ഉം 15ഉം നമുക്ക് 25ഉം 15ഉം തന്നെ അല്ലേ. 25 15 ഓക്കെ, 30 20 ഒരു പ്രശ്നവുമില്ല. ഇനി നോക്കിയടാ, ഇവിടെ 40 ആൾക്കാരുണ്ട്, ഇവിടെ 50 ആൾക്കാരുണ്ട്. അങ്ങനെയെങ്കിൽ ടോട്ടൽ പേയേഴ്സ് എന്ന് പറയുമ്പോൾ 50 × 40 5 4 20 ആണ്. 2 0 2000 പേയേഴ്സ് ഉണ്ടാവും അല്ലെ. ഇതിൽ നിന്നും നമ്മൾ ബോത്ത് ഗേൾസ് ആയ പേയേഴ്സ് എത്രയായിരിക്കും? ബോത്ത് ഗേൾസ് ആയ പേയേഴ്സ് എത്രയായിരിക്കും? ഇവിടെ ഒക്കെ 20 ഗേൾസ് ആയിട്ടുള്ള പേയേഴ്സ് ഉണ്ട്, അതുപോലെ ഇവിടെ 25 ഗേൾസ് ആയിട്ടുള്ള പേയേഴ്സ് ഉണ്ട്. അപ്പൊ 20 × 25 ആയിരിക്കും. അതായത് 25 × 2 50 ആണ്, ഒരു 0 500. അങ്ങനെയെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾ എന്തായിരിക്കും എന്നറിയോ? ഈ 500 ഡിവൈഡഡ് ബൈ ടോട്ടൽ പേയേഴ്സ് എത്രയാണ്? 2000. 0 0 0 0 വെട്ടി 5/20. ഇതിനെ വേണമെങ്കിൽ ഇനിയും ചെറുതാക്കാം, നിങ്ങൾ ചെറുതാക്കിക്കോ. ഇനി അടുത്തത് ഇത് ഗേൾസ് ആണ് അല്ലേ. ഓക്കെ, ഇത് ഗേൾസ് ആണ്. ഇനി അടുത്ത എന്താണ്? നമുക്ക് ബോയ്സിന്റെ കാണണം. ബോയ്സ് എന്തായിരിക്കടാ? ബോത്ത് ബോയ്സ് ആയ പേയേഴ്സ് ഏതൊക്കെയാ നോക്കിയേ. ബോത്ത് ബോയ്സ് ആയ പേയേഴ്സ് ആണ്. ഇവിടെ എത്ര എണ്ണുണ്ട്? 30, ഇവിടെ 15. അപ്പൊ 30 × 15 ചെയ്യാം. എത്രയായിരിക്കും? 15 × 3 15 30ഉം 45 ആയിരിക്കും അല്ലേ വരിക. 45ഉം 0 450 ആൾക്കാരാ വരിക. അങ്ങനെയെങ്കിൽ പ്രോബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 450/2000. ഇതിനെ നിങ്ങൾ ചെറുതാക്കുക കേട്ടോ. 45/200 ആണ്. ഇതിനെ 5 കൊണ്ട് ഹരിച്ച് ചെറുതാക്കുക. ഇനി അവസാനം പറഞ്ഞാൽ എന്താണ്? ഒരു ബോയും ഒരു ഗേളും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 1 boy and other girl. അപ്പൊ മക്കൾ ആലോചിക്കേണ്ട കാര്യം, ഇത് 2 രീതിയിലാവാം. ഒന്നുകിൽ 10A ബോയും 10B ഗേളും, അല്ലെങ്കിൽ 10A ഗേളും 10B ബോയും. അങ്ങനെ 2 രീതിയിലാവാം. അപ്പൊ 2 രീതിയിലുള്ള പേയേഴ്സ് ഉണ്ടാവും. ഒന്നാമത്തത് 10Aയിൽ നിന്നും ബോയും 10Bയിൽ നിന്നും ഗേളും. അതായത് 30 × 25 അല്ലെ. അതായത് 25ഉം 25ഉം 50ഉം 50ഉം 25ഉം 75 അല്ലെ. 750 പേയേഴ്സ് അങ്ങനത്തെ ഉണ്ടാവും. അതുപോലെ 10Aയിൽ നിന്നും ഗേളും 10Bയിൽ നിന്നും ബോയും. അതായത് 20 × 15 എത്ര ഉണ്ടാവും? 30ഉം 0ഉം 300. 0 5 10 1050 പേയേഴ്സ് ആയിരിക്കും ടോട്ടൽ ഇതുപോലത്തെ ഉണ്ടാവുക. അതായത് പ്രോബബിലിറ്റി എന്തായിരിക്കും? 1050 എത്രയാണ് ടോട്ടൽ പേയേഴ്സ്? 2000 ആയിരിക്കും. ഓക്കെ, ഇതുപോലെയുള്ള എന്തായാലും ഞാൻ പറയുന്നില്ല ഒരിക്കലും ഈ ഒരു മെഷേഴ്സ് 30 15 20 25 എന്ന് വരണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഉറപ്പാണടാ ഈ ഒരു
പ്രഷർ മാറാന്നല്ലാതെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മാറാൻ പോകുന്നില്ല കേട്ടോ. അപ്പൊ അടിപൊളിയായിട്ട് നോട്ട് ചെയ്ത് വെച്ചോ, അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചോ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് വെച്ചോ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം തന്നെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും മിസ്സേ എന്നാൽ ഞങ്ങൾക്ക് ബാച്ചിലൂടെ ജോയിൻ ചെയ്യേണ്ടിനും, അല്ലെങ്കിൽ മിസ്സേ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു എക്സ്ട്രാവും കൂടി നിങ്ങൾക്ക് തന്നൂടെ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. നിങ്ങൾ പഠിക്കാൻ വന്ന കുട്ടികളാണെന്ന് ഞങ്ങൾക്ക് അറിയാം, നിങ്ങൾ അത്രയും പഠിക്കണം എന്ന് ആഗ്രഹമുള്ള കുട്ടികളാണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇത് അവസാന നിമിഷം വരെ ഒരു ഓഫർ വെച്ചിട്ടുള്ളത്. അതായത് നമ്മളുടെ ഓഗസ്റ്റ് 20 വരെ മാത്രമേ ഉള്ളൂ നമ്മളുടെ ഏർലി ബേർഡ് ഓഫർ. അതായത് നിങ്ങൾക്ക് ഓഗസ്റ്റ് 20 വരെ നമ്മളുടെ SSLCയുടെ സൂപ്പർ ബാച്ച് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വെറും 2999 രൂപയ്ക്കാണ്. ഇത് കുറേ ഒന്നുമില്ല കേട്ടോ, 20-ാം തീയതി വരെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പം തന്നെ ഞങ്ങൾ പൈസ കൊടുത്ത് ജോയിൻ ചെയ്യണമെന്ന്. ഇപ്പോൾ തന്നെ നിങ്ങൾ പൈസ കൊടുത്ത് ജോയിൻ ചെയ്യൊന്നും വേണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് എത്ര മാത്രമാണ്, കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് നമ്മളുടെ രജിസ്റ്റർ നൗ എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാം. ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഓൺ എക്സാം കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്യുന്നതെങ്കിലും കൂടിയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും, നമ്മളുടെ ഈ ഓഫർ കിട്ടും. പക്ഷേ 20-ാം തീയതിക്ക് ശേഷം രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഈ ഓഫർ ഉണ്ടാവില്ലേ. അപ്പോൾ ഡോണ്ട് മിസ് ഇറ്റ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.